എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ 2025 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിൻ്റെ ഒരു തസ്തികയിലേക്ക് നടന്ന എക്സാമാണ്. അതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അതിൻ്റെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ അച്ഛൻ്റെ കൊച്ചുമകളുടെ ഭർത്താവാണ് അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് വൈയെ പരിചയപ്പെടുത്തുന്നു. എക്സുമായി വൈ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കൂ, എൻ്റെ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അച്ഛൻ്റെ അച്ഛൻ, അച്ചാച്ചൻ എന്നുള്ള അർത്ഥം അല്ലെ? അപ്പൊ എക്സിന്റെ അച്ചാച്ചനല്ലേ ഇത്? അവരുടെ കൊച്ചുമകള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ എക്സിന്റെ സിസ്റ്റർ ആവില്ലേ? ആ സിസ്റ്ററുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? ബ്രദർ ഇൻ ലോ ആവും അല്ലെ? അത് ഏതാണ്? അളിയനാവും. അപ്പോൾ അത് ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2000 ജനുവരി 1 ശനിയാഴ്ചയാണെങ്കിൽ 2001 ജനുവരി 1 എന്തായിരിക്കും? നോക്കൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു കൊല്ലാണ് നമ്മൾ നോക്കണത് അല്ലെ? 365 ദിവസം കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു പിന്നത്തെ ദിവസമാണ് വരിക. പക്ഷേ 2000 ലീപ്പ് ഇയർ ആണ് വെച്ചെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ് വരിക. കാരണം എന്താണ്? 2000 ഇതൊരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആവുമ്പോൾ നമുക്ക് 2000 ജനുവരി 1 ശനിയാഴ്ചയാണ് വെച്ചെങ്കിൽ 2001, അതായത് പിന്നെ 365 ദിവസം കഴിഞ്ഞാൽ വരണത് എന്താണ്? ഞായറാഴ്ചയാണ് വരിക. പക്ഷേ ഇവിടെ എന്താണ്? ഇത് ലീപ്പ് ഇയർ ആയതുകൊണ്ട് നമുക്ക് എഴുതേണ്ടത് എന്താണ്? തിങ്കളാഴ്ച എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ആൻസർ ഏതാണ്? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 15 മീറ്റർ വടക്കോട്ട് നടക്കുന്നു, പിന്നീട് വലത്തേക്ക് തിരിഞ്ഞ് 5 മീറ്റർ നടക്കുന്നു, വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ. ഇപ്പൊ വടക്ക് ഇവിടെയാണെന്ന് ഇവിടുന്നാണ്, ഇവിടെ വടക്കാണെന്ന് വിചാരിക്കണു കേട്ടോ. 15 മീറ്റർ വടക്കോട്ട് നടന്നു. ഇനി എന്താണ്? വലത്തോട്ട് തിരിഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? 5 മീറ്റർ നടന്നു. 5 മീറ്റർ. പിന്നെന്താ ചെയ്തത്? വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ. അപ്പൊ എവിടെ എത്തി? ഇവിടെ എത്തി അല്ലെ? 15 മീറ്റർ നടക്കുന്നു. അവൻ ഇപ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക? നമ്മൾ ഓരോന്നും എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്ന് നോക്കുക. വടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് അല്ലേ? ഇവിടെ സൗത്ത് അല്ലേ ഇപ്പൊ വരിക? ഇവിടെ ഈസ്റ്റ് ആണ് വരിക, ഇവിടെ വെസ്റ്റ് ആണ് വരിക. അപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്ക് അല്ലെ? അപ്പൊ ഇവിടുന്ന് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കിഴക്കിലാണ് അല്ലെ? പക്ഷെ ഈ കിഴക്കിലാണ് അയാൾ നിക്കണേ വെച്ചെങ്കിലും എങ്ങടാണ് തിരിഞ്ഞു നിക്കണേ? ഈ സൗത്തിലേക്കാണ് തിരിഞ്ഞു നിക്കണേ അല്ലെ? അപ്പൊ സൗത്തിലേക്ക് തിരിഞ്ഞു നിക്കണു എന്ന് പറഞ്ഞാൽ എങ്ങടാണ് തിരിഞ്ഞു നിക്കണത്? തെക്കോട്ട് എന്നുള്ളതാണ് ആൻസർ വരിക. കാരണം എന്താണ്? ഇവിടെയൊക്കെ നമ്മൾ നോക്കി അല്ലെ? നോർത്ത് ഇവിടെയാണ് വെച്ചെങ്കിൽ, അതായത് ഇത് വടക്കാണ്. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങി വടക്കോട്ട് നടന്നു, പിന്നെ എന്താണ്? വലത്തോട്ട് തിരിഞ്ഞു, പിന്നെ വലത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ഇവിടെയാണ് നിക്കണത്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിക്കണേ? ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിക്കണേ. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? തെക്ക് ഭാഗമാണ്. അപ്പൊ ആൻസർ തെക്ക് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫർണിച്ചറുകൾ 820 രൂപയ്ക്ക് വിറ്റപ്പോൾ വിൽപ്പനക്കാരന് 20% നഷ്ടമാണെങ്കിൽ വില കണ്ടെത്തുക. 820 രൂപ എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ 20% നഷ്ടത്തിൽ വിറ്റു. 20% നഷ്ടം എന്ന് പറഞ്ഞാൽ
100ന്ന് 20 കുറച്ചാൽ 80% വിറ്റയ്ക്കണത് അല്ലെ. എക്സിന്റെ 80%ത്തിനാണ് വിറ്റയ്ക്കണത്. 80% എഴുതണതിന് 80/100 എന്ന് എഴുതിയ പോരെ. അപ്പൊ എക്സ് എന്താ വരും? 820 ഇൻറ്റു 100/80 അല്ലെ. അപ്പൊ എത്രയാണ് വരിക നോക്കൂ. 4 8 8, 20 2 16, പിന്നെ 4 വരും. അപ്പൊ 5 8 40 അല്ലെ. അപ്പൊ എന്താ വരിക? ഇൻറ്റു 10 വരും. അപ്പൊ എന്താണ്? 1025 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഏതാണ്? ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം അല്ലെ. ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ബ്രാക്കറ്റും ഓഫും ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഡിവിഷൻ ചെയ്യാം. ആദ്യം 6/2 എന്ന് പറയുന്നത് 3 ആണ്. ഇനി എന്താണ്? 3 ഇൻറ്റു 5 ചെയ്യണം അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ എന്താണ്? 15. അപ്പൊ എന്താ വരിക? 20 + 15 - 10 അല്ലെ. 35 - 10 = 25. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഭിന്നസംഖ്യകളിൽ ഏതാണ് ഏറ്റവും ചെറുത്? നോക്കൂ, ഇവിടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ എല്ലാത്തിന്റെയും അംശം എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഛേദങ്ങളിലെ ചെറുതാണ് നോക്കണ്ടേ വെച്ചെങ്കിൽ ഛേദങ്ങളിലെ ഏറ്റവും വലുതായിരിക്കും ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ചെറുത് നോക്കൂ. ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ നോക്കണം, അംശം ഒരേപോലെയാണോ വന്നിരിക്കണേന്ന്. അംശം ഒരേപോലെ വന്നാ ചെറുത് എന്ന് പറഞ്ഞാ നമ്മള് ഛേദത്തില് വലുതാണ് നോക്കേണ്ടത്. ഛേദത്തില് വലുത് നോക്കണം. ഇനി വലുത് എന്ന് പറഞ്ഞാലോ ഛേദത്തില് ചെറുത് നോക്കണം. അങ്ങനെയാണ് നമ്മള് ഇത് വേഗത്തില് കണ്ടുപിടിക്കുക. 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് എഴുതാവുന്ന ആൻസർ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 90 സെന്റിമീറ്റർ 1.5 മീറ്ററിന്റെ അനുപാതം 1.5 മീറ്ററിന്റെ അനുപാതം. എങ്ങനെയാണ് അനുപാതം കണ്ടെത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ യൂണിറ്റിൽ പറയണം. 1.5 മീറ്റർ എന്നുള്ളത് സെന്റിമീറ്റർ ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 150 സെന്റിമീറ്റർ എന്ന് വരില്ലേ. ഇവിടെ 90 സെന്റിമീറ്റർ എന്ന് വരില്ലേ. ഇനി നമുക്ക് 90:150. ഇത് എങ്ങനെയാണ് നമുക്ക് ചെറുതാക്കുക? അതായത് രണ്ടിലും പോണത്, അതായത് ഇതിന്റെ ഉസാഗ കണ്ടുപിടിക്കുക. ഉസാഗ കണ്ടുപിടിച്ച അതുകൊണ്ട് ഇതിനെ രണ്ടിനും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും ചെറിയ രൂപം കിട്ടും. ചെറിയ രൂപം കിട്ടാൻ നമ്മൾ എന്താണ് ഇതിന്റെ ഉസാഗ എന്താ വരിക? 10 എന്തായാലും പോവും അല്ലെ. പിന്നെ 3ഉം പോവും അല്ലെ. അപ്പൊ 30 പോവില്ലേ നോക്കി നോക്കൂ. അപ്പൊ 30 ആണ് ഉസാഗ വരിക. അപ്പൊ 90/30ഉം 150/30ഉം ചെയ്യണം. അപ്പൊ ഏതാണ് വരിക? 3:5. ഏതാണ് ആൻസർ നോക്കൂ. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തി 4 km/h വേഗതയിൽ നടക്കുമ്പോൾ 20 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. 5 km/h വേഗതയിൽ നടന്നാൽ അയാൾ അതേ സമയം എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൂരം തന്നിട്ടുണ്ട് അല്ലെ. ദൂരം തന്നിട്ടുണ്ട്, വേഗതയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പറ്റുമോ? ദൂരം ബൈ വേഗതയല്ലേ സമയം. അപ്പൊ സമയം എത്രയാണ് ഇതിൽ വരിക? 20/4, അതായത് 5 അവർ ആണ് വരിക അല്ലെ. 5 അവർ ആണ് സഞ്ചരിക്കണത്. അപ്പൊ ഇനി അവര് ചോദിച്ചിരിക്കുന്നത് 5 km/h ആണ് വെച്ചെങ്കിൽ അതേ സമയം, അതായത് ഈ 5 അവർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ദൂരം കാണാൻ വേണ്ടി വേഗത ഇൻറ്റു സമയം. വേഗത എന്താണ് നമുക്ക് തന്നിരിക്കണത്? 5 km/h. സമയം നമ്മൾ കണ്ടുപിടിച്ചു 5 മണിക്കൂറാണെന്ന്. അപ്പൊ 5 × 5 25 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. 25 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന 4 ഓപ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായത് കണ്ടെത്തുക. നോക്കൂ, ഇതിൽ തന്നിരിക്കണത് ഇത് രണ്ടും കൂടി ഗുണിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ -48 ആണ് കിട്ടുക. ഇവിടെ രണ്ടും കൂടി ഗുണിച്ചാൽ -30 കിട്ടും. ഇതാവുമ്പോഴോ -48 കിട്ടും.
ഇവിടെ ആവുമ്പോഴോ എണ്ണ 6 48 മൈനസ് 48 കിട്ടും. അപ്പൊ ഏതാണ് ഇതിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്? ബി എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക കോഡിൽ റയർ എന്നത് UHDU എന്ന് എഴുതിയിരിക്കുന്നു. അതേ ആ കോഡിൽ UHDU എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ റയർ എന്നത് UHDU എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞേക്കണേ അല്ലെ. R എന്നുള്ളത് എസും ടിയും ഇല്ല, എൻ്റെ പിന്നെ യു ആണ് എഴുതിയത്. അപ്പൊ രണ്ടെണ്ണം ഇല്ല, പിന്നത്തേത് എഴുതി അല്ലെ. ഇ കഴിഞ്ഞ എഫും ജിയും ഇല്ല, എച്ച് എഴുതി. എ കഴിഞ്ഞ ബിയും സിയും ഇല്ല, ഡി എഴുതി. അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എഴുതണത്. അപ്പൊ യു കഴിഞ്ഞ എന്താണ് വരിക? VW ഇല്ല, എക്സ് വരും. അപ്പൊ എക്സ് ഉള്ള രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അടുത്തതും കൂടി നോക്കണം. എച്ച് കഴിഞ്ഞ ഐയും ജെയും ഇല്ല, കെ വരും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ഇപ്പൊ തന്നെ നമുക്ക് കിട്ടി ഡി എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന്. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് നോക്കണം വെച്ചെങ്കിൽ ഡി കഴിഞ്ഞ ഇയും എഫും ഇല്ല, ജി വരും. യു കഴിഞ്ഞ VW കഴിഞ്ഞ് എക്സ് വരും. മനസ്സിലായോ? അല്ല, ഇതിന്ന് വേഗത്തിൽ കിട്ടാനും ഇതേപോലെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ എക്സും എക്സും ഒരേപോലെ ആയ കാരണം നമുക്ക് ഈ രണ്ടെണ്ണം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.